സുഹൃത്തുക്കളെ, അർജുൻ സഞ്ചരിച്ച വഴിയും അതുപോലെ അപകടമുണ്ടായ സ്ഥലവുമാണ് നമ്മളിന്ന് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് കാണിക്കുന്ന ഈ 2 വരി പാത അത് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുന്ന രീതിയിലാണ് ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റൂട്ടിലൂടെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നത്. അത്രയും ഭാഗം ഫുള്ളായിട്ട് ബ്ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു 5 ദിവസം മുന്നേ ഗൂഗിൾ മാപ്പിൽ ആരോ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ആ കാണുന്ന പോസ്റ്റൊക്കെ കണ്ടില്ലേ, ആ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1 വർഷം മുന്നേ ഗൂഗിൾ മാപ്പിൽ വന്ന സ്ട്രീറ്റ് വ്യൂവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അതിലെ ഒന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. 5 ദിവസം മുന്നേ ആരോ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. അതിലൊരു ടാങ്കർ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാർത്തകൾ വന്നായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഗംഗാവലി പുഴയുടെ ഒരു ബ്രിഡ്ജ് കടന്ന് കുറേ ദൂരം പോയി കഴിയുമ്പോൾ ആ ഒരു റോഡ് 2ആയിട്ട് പിരിയുന്നതും അത് പിന്നെ ആ രീതിയിൽ തന്നെ 4 വരി പാതയായിട്ട് കുറേയധികം ദൂരം മുന്നോട്ട് പോയി വീണ്ടും അത് ഒറ്റ റോഡായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കാണുന്നത് NH 66, അതായത് പനവേൽ കൊച്ചി കന്യാകുമാരി റൂട്ടാണ്, ഒരു ഹൈവേ ആണ്. അതുകൊണ്ട് ഈ കാണുന്ന കട രാജസ്ഥാനി ധാവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഹോട്ടൽ ഒക്കെയാണ്, രാജസ്ഥാനി ധാവ. ആ ഹോട്ടൽ ഉൾപ്പെടെ എല്ലാം തകർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ വാർത്തകളൊക്കെ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. നമ്മൾ ആ പോസ്റ്റൊക്കെ മറിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ ആ റൈറ്റ് സൈഡ് കാണുന്നത്, ആ സൈഡിൽ കണ്ടില്ലേ ലോറിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നതാണ്. ഡ്രൈവർമാർ സ്ഥിരം ഇവിടെ നിർത്താറുള്ള സ്ഥലമാണ്. ഇതെല്ലാം വാർത്തയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പനവേൽ എന്ന സൈഡിലേക്കുള്ള റൂട്ടിലാണ്. റൈറ്റ് സൈഡിലെ റോഡാണ് കന്യാകുമാരിക്കുള്ളത്. ഉണ്ട്, ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഫ്രഷ് ആകാനെ കണ്ടൊക്കെ അവിടെ വണ്ടികൾ നിർത്താറുണ്ട്. അതുകൊണ്ടിപ്പോൾ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോസ്റ്റാണ് നമ്മൾ ആ പിഴുത് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് പുഴയോട് ചേർന്നുള്ള പോസ്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് റോഡിലേക്ക് കിടക്കുന്ന പോസ്റ്റ് ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ കാണുന്ന ഈ പോസ്റ്റാണ് ആ റോഡിലേക്ക് പിഴുത് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ഏരിയയിലാണ് മണ്ണിടിച്ചിലുണ്ടായി ആ മേളത്തെ മല താഴേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് അർജുൻ ഉള്ളത് എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇരിക്കുന്നത്. കാരണം ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇവിടെ മുതൽ കുറേ ദൂരം മുന്നോട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് എവിടെയോ ആണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. ഈ റോഡിന് ഇടതുവശത്തായിട്ട് കാണുന്നത് ഒരു വലിയ പുഴയാണ്. ആ പുഴയിലേക്ക് ഈ മല ഇടിഞ്ഞു വീണ് ഉണ്ടായൊരു അപകടമാണ്. കണ്ടല്ലേ, ഈ ഒരു റൂട്ട് ഇവിടെ വരെയാണ് ഈ 2 വരി പാതയായിട്ട് വരുന്നത്. ഇതിന് ശേഷം അപ്പുറത്ത് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു വിഷ്വലാണ് ഇവിടെ ഗൂഗിൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം മറ്റ് അപ്ഡേറ്റ്സ് ഒന്നും ഗൂഗിൾ ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ റോഡ് ഇവിടം കൊണ്ട് തീരുകയാണ്. ഇവിടെ മുതൽ വീണ്ടും ഒറ്റ റോഡായിട്ടാണ് പോകുന്നത്. ഇതിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ റോഡിൽ കൂടിയാണ് പോകുന്നത്.
ഈ റോഡിൽ നമ്മൾ കുറേ അധികം മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാറ് വരുന്നുണ്ടോ, ആ റോഡിൽ കൂടെ തന്നെയാണ് കാറ് വരുന്നത്. അപ്പം ഇവിടെ മുതൽ നമുക്ക് ഒറ്റ റോഡാണുള്ളത്. ആ ഗംഗാവലി പുഴയുടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് വരെ രണ്ട് റോഡായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ് കണ്ടോ, ആ മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ പോസ്റ്റാണ് താഴെ വീണിട്ടുള്ളത്. അപ്പം ഈ ഒരു പോസ്റ്റ് തപ്പിയാണ് ഞാൻ ഈ ഗൂഗിൾ മാപ്പ് കയറി തപ്പി എനിക്ക് ലാസ്റ്റ് ഈ പോസ്റ്റ് കിട്ടി. അപ്പം നമ്മുടെ ന്യൂസ് 18 ചാനലിൻ്റെ അകത്ത് ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പ് തപ്പി ഈ ഒരു റൂട്ടിൽ എത്താനൊക്കെ കുറേ പണിപ്പെട്ടു ഞാൻ ഈ ഒരു ഏരിയയിലെത്താൻ. കാരണം കുറേയധികം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂട്ടിലേക്ക് എത്താൻ. കാരണം നമുക്ക് ഒന്നാമത് ആ ലൊക്കേഷനൊന്നും അറിയത്തില്ല. നമുക്ക് അറിയാവുന്നത് ആ ബ്രിഡ്ജ് നമ്മൾ ഇതുപോലെ ആ വാർത്തയ്ക്കകത്ത് കണ്ടു, ബ്രിഡ്ജിൻ്റെ ഒരു പേര് കണ്ടു. അപ്പോൾ അങ്ങനെ വെച്ച് സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടിയത്. നമുക്ക് കാണാം ആ ഇടത് സൈഡിൽ കാണുന്ന മല വൻ മലകളാണ്. കാരണം ഇത് ഒരു വർഷം മുന്നേ ഉള്ള ഒരു വിഷ്വലായതുകൊണ്ട് അന്ന് പണി നടക്കുന്ന സമയത്ത് ഉള്ള വിഷ്വലാണിത്. റോഡിൻ്റെ പണി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വിഷ്വൽസാണ്. ഇപ്പോഴതിന് കൂടുതൽ മാറ്റങ്ങൾ വന്ന് കാണാം. അല്ലെങ്കിൽ മഴ ഒക്കെ ഉള്ള സമയത്ത് കൂടുതൽ അവിടുത്തെ ഈ തള്ളി നിൽക്കുന്ന പാറകൾക്കൊക്കെ ബലക്ഷയം ഉണ്ടായി കാണാം. ഈ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വിഷ്വൽ ഇത് കണ്ടില്ലേ, ഇവിടെ വരെ ഒറ്റ റോഡാണ്. ഇതിന് ശേഷം കന്യാകുമാരി ഭാഗത്തേക്ക് 4 വരി പാതയായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് താഴെ കാണിക്കുന്ന ഈ മാപ്പിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഉണ്ടല്ലേ, രാജസ്ഥാനി ധാബ എന്ന് പറയുന്ന ദുക്കാനാണ് നമ്മൾ കണ്ടത്. അതുപോലെ വേറെ 1-2 ചായക്കടകളൊക്കെ ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ എന്തെങ്കിലുമൊക്കെ കടകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു വിഷ്വലിൻ്റെ അകത്ത് വളരെ കുറച്ച് മാത്രമേ നമുക്കവിടെ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം 1-2 ചായക്കടകൾ അവിടെ കാണുന്നുണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ ഇടത് സൈഡിൽ കാണുന്നത് വൻമല. ആ ഒരു മല അത്രയും ഏരിയ ഇടിഞ്ഞു വീഴുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് അടുത്ത ഒരു കട ഈ കാണുന്നത്, ഇതൊക്കെ ചെറിയ ചായക്കടകളൊക്കെയാണ് അന്ന് ന്യൂസ് മുഖേന നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതാണ് രാജസ്ഥാനി ധാബ എന്ന് പറയുന്ന കട. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് കാണിച്ചതായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിനായി ഒരു നാട് മുഴുവനായിട്ട് കാത്തിരിക്കുന്നു. അദ്ദേഹം തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.